നമസ്കാരം. മാൻ എന്ന ജീവിയുടെ കൊമ്പുമായി ബന്ധപ്പെട്ട ചില വിവരങ്ങൾ നിങ്ങളുമായി പങ്കുവെക്കുകയാണ്. മാനിൻ്റെ കൊമ്പ് ഇടയ്ക്ക് പൊഴിയാറുണ്ട്. അതിൻ്റെ കാരണമെന്താണ്? മാനുകളുടെ പ്രധാന സവിശേഷത അവയുടെ കൊമ്പുകളാണ്. മിക്കവാറും എല്ലാ ആൺമാനുകൾക്കും കൊമ്പുകളുണ്ട്. കരിമ്പു, റെയിൻഡിയർ എന്നീ ഇനങ്ങളിൽ പെൺമാനുകൾക്കും കൊമ്പുകളുണ്ട്. നമ്മൾ സങ്കല്പിക്കുന്ന പോലെ മാൻകൊമ്പുകൾ പൊള്ളയല്ല. തേനീച്ചക്കൂട് പോലെയാണ് അവയുടെ ഘടന. എല്ലാ വസന്തകാലത്തും ആൺമാനുകൾക്ക് ഒരു പുതിയ ജോഡി കൊമ്പ് മുളയ്ക്കും. എല്ലാ ശിശിരകാലത്തും ഇണചേരലിനു ശേഷം ഇവ പൊഴിയുകയും ചെയ്യും. ചിലയിനം മാനുകൾക്ക് ഒരൊറ്റ കൊമ്പായിരിക്കും. എന്നാൽ മറ്റു ചില ഇനങ്ങളിൽ ഓരോ കൊമ്പിനും 11 ശിഖരം വരെ ഉണ്ടാകാറുണ്ട്. വയസ്സേറുന്നതനുസരിച്ച് ശിഖരത്തിൻ്റെ എണ്ണത്തിലും വ്യത്യാസം വരാറുള്ളതിനാൽ കൊമ്പിൻ്റെ ഘടന നോക്കി ഒരു മാനിൻ്റെ പ്രായം കണക്കാക്കുവാൻ സാധിക്കും. 1 വർഷം പ്രായമാകുമ്പോൾ മാനിൻ്റെ നെറ്റിയിൽ 2 മുഴകൾ പ്രത്യക്ഷമാകും. ആ മുഴകളിൽ നിന്നും എല്ലാ വർഷവും കൊമ്പ് മുളച്ചു വരും. 2ാമത്തെ വയസ്സിൽ ഒരൊറ്റ തണ്ട് ഈ മുഴകളിൽ നിന്ന് കിളിർത്തു വരുന്നു. 3ാം കൊല്ലം ആദ്യത്തെ ശിഖരം പ്രത്യക്ഷപ്പെടുകയായി. വളരുന്ന അവസരത്തിൽ കൊമ്പ് വെൽവെറ്റ് എന്നറിയപ്പെടുന്ന സൂക്ഷ്മ സംവേദനക്ഷമതയുള്ള ഒരു ചർമ്മത്താൽ ആവരണം ചെയ്യപ്പെട്ടിരിക്കും. ഈ ത്വക്കിൽ ധാരാളം രക്തക്കുഴലുകളുണ്ട്. അവ കൊമ്പുകൾക്ക് വളരാൻ വേണ്ടുന്ന പോഷക വസ്തുക്കൾ എത്തിച്ചു കൊടുക്കുന്നു. പൂർണ്ണ വളർച്ച എത്തിക്കഴിഞ്ഞ് 3-4 മാസങ്ങൾക്ക് ശേഷം കൊമ്പിൻ്റെ ചുവടറ്റത്തെ രക്തക്കുഴലുകളെ ഭേദിച്ചുകൊണ്ട് ഒരു വളയമുണ്ടാകുന്നു. ഇതോടാവശ്യമായ പോഷണം ലഭിക്കാത്ത വെൽവെറ്റ് ചുക്കിച്ചുളിഞ്ഞ് ഉണങ്ങി കൊഴിഞ്ഞു പോകുന്നു. കൂടെ മരങ്ങളിൽ കൊമ്പുരസി മാനുകൾ ഈ കൊമ്പ് പൊഴിക്കുവാൻ വളരെയധികം ആയാസപ്പെടാറുണ്ട്. ഇത് മാനിൻ്റെ കൊമ്പ് പൊഴിക്കുന്ന വിവരവുമായി ബന്ധപ്പെട്ട ചില വസ്തുതകൾ നിങ്ങളുമായി പങ്കുവച്ചു. നന്ദി, നമസ്കാരം.